സ്വപ്നങ്ങളെ പിന്തുടരാൻ ആഗ്രഹമുണ്ടോ? ജോലി തിരക്കാണോ തടസ്സം? വിഷമിക്കേണ്ട, ബാസ് സ്റ്റഡി സെന്റർ നിങ്ങളൊപ്പം ഉണ്ട്. BA, BCom, BBA, BSW പോലുള്ള ഡിഗ്രി കോഴ്സുകൾ നിങ്ങൾക്ക് എവിടെയിരുന്നും എപ്പോൾ വേണമെങ്കിലും പഠിക്കാം. ഇനി പ്രായമാണോ നിങ്ങളുടെ തടസ്സം? അല്ല. ഏത് പ്രായക്കാർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഓൺലൈൻ ക്ലാസ്സുകളും സ്റ്റഡി മെറ്റീരിയലുകളും ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. കൂടുതൽ അറിയാൻ വേണ്ടി താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. നിങ്ങളുടെ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കാൻ ബാസ് സ്റ്റഡി സെന്റർ കൂടെ. ഹായ് എവരിവൺ, ബാസ് ഡിസ്റ്റൻസ് ഡിഗ്രിയുടെ മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ സെക്കൻഡ് സെമസ്റ്റർ അസൈൻമെന്റ്സിന്റെ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏത് ഡേറ്റ് വരെയാണ് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാൻ പറ്റുന്നത്, ഏത് രൂപത്തിലാണ് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഡീറ്റെയിൽ വീഡിയോയിലോട്ട് പോവാം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലേക്ക് അഡ്മിഷൻ എടുക്കാൻ താല്പര്യപ്പെടുന്ന വിദ്യാർത്ഥികളാണ് നിങ്ങളെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പൊ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ നമുക്കിപ്പോൾ സെക്കൻഡ് സെമസ്റ്റർ അസൈൻമെന്റ്സും കാര്യങ്ങളൊക്കെ സബ്മിറ്റ് ചെയ്യുന്ന ടൈമാണ്. അപ്പൊ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യുന്ന ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അതായത് മെയ് 11 മുതൽ 17 വരെയാണ് ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുള്ളത്. അസൈൻമെന്റ്സും കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് റിട്ടേൺ ചെയ്ത് നിങ്ങൾ കറക്റ്റ് ടൈമിൽ തന്നെ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യണം. കാരണം എല്ലാവർക്കും അറിയാം, ഈ ഒരു മെയിൻ എക്സാം പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് നമുക്ക് ഈ ഒരു അസൈൻമെന്റ് എന്നുള്ളത്. അപ്പോൾ പ്രോപ്പർ ടൈമിൽ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ആ ഒരു ഫൈനൽ റിസൾട്ട് വരുമ്പോൾ നമുക്ക് അസൈൻമെന്റിന്റെ മാർക്കും അതുപോലെ തന്നെ ടേം ആൻഡ് എക്സാമിനേഷന്റെ മാർക്കും നമുക്ക് ഈ ഒരു റിസൾട്ടിൽ കാണാൻ വേണ്ടി സാധിക്കുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവരും പ്രോപ്പർ ടൈമിൽ തന്നെ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യുക. ഈ ഒരു 17-ാം തീയതിക്ക് ശേഷം, അതായത് മെയ് 17-ാം തീയതിക്ക് ശേഷം ഫൈനോട് കൂടിയിട്ടുള്ള അസൈൻമെന്റ് സബ്മിഷൻ ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പം ഈ ഒരു 17-ാം തീയതിക്ക് ഉള്ളിലായിട്ട് എല്ലാവരും അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇനിയിപ്പോൾ റിട്ടേൺ ചെയ്യാത്തവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ റിട്ടേൺ ചെയ്യുക. അതുപോലെ തന്നെ അസൈൻമെന്റ് അപ്ലോഡ് ചെയ്യുക. അപ്പം ഇവിടെ പഠിക്കുന്ന സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാരണവശാലും ടെൻഷൻ ആവേണ്ട കാര്യമില്ല. നിങ്ങളുടെ കംപ്ലീറ്റ് സർവീസും ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഇനിയിപ്പോൾ അതല്ല, പുറത്തുനിന്നുള്ള സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് രൂപത്തിലാണ് അസൈൻമെന്റ് അപ്ലോഡ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ പ്രോപ്പറായിട്ട് തന്നെ ചെക്ക് ചെയ്യുക. പുറത്തുനിന്നുള്ള സ്റ്റുഡൻസ് ആണെങ്കിൽ ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കണം. അസൈൻമെന്റ് ഈ ഒരു ഡേറ്റ്, അതായത് മെയ് 17-ാം തീയതി വരെയാണ് ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഡേറ്റിനുള്ളിൽ തന്നെ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ പ്രോപ്പറായിട്ട് തന്നെ എല്ലാവരും അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഈ ഒരു അസൈൻമെന്റുമായി ബന്ധപ്പെട്ട് മറ്റെന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമന്റ് ചെയ്യാവുന്നതാണ്. ഇതുപോലുള്ള മറ്റൊരു യൂസ്ഫുൾ വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്